കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ ടൗണിൽ സ്ഥാപിച്ച ഒരു ഫ്ലെക്സ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ ഒരു സംഭവമായി മാറുകയുണ്ടായി. ഈ ഒരു സംഭവത്തിൽ KPCC ജില്ലാ ജനറൽ സെക്രട്ടറി വി ബാബുരാജ് പ്രതികരണവുമായി നമ്മോടൊപ്പം ചേരുകയാണ്. സർ, എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട ആ ഫ്ലക്സിനെ കുറിച്ച് പറയുമ്പോൾ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരത്തിനുണ്ടായ ആ ഒരു ജനകീയ അടിത്തറയുടെ അതിൻ്റെ ഒരു ഭീഷണിയായിട്ടാണ്, അല്ലെങ്കിൽ ആ പരാജയം ഉറപ്പിച്ച CPM LDFുമാണ് ആ പ്രവൃത്തി ചെയ്തത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, പെരിന്തൽമണ്ണയിൽ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും കിട്ടാത്ത രീതിയിലേക്ക് CPM LDFും മാറി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന അറവുമാടുകളെ പോലെയാണ് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസുകളിൽ പെരിന്തൽമണ്ണയ്ക്കുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ഓരോ നേതാക്കന്മാരും പിൻവലിയുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ജനകീയ അടിത്തറയും ജനങ്ങൾ ഉണ്ടാക്കിയെടുത്ത വിശ്വാസവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു കാരണവശാലും CPMനോ LDFനോ വിജയിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇത്തരം പോസ്റ്റുകൾ ഇറക്കി ഏറ്റവും വില കുറഞ്ഞ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഈ CPM ആണ് അതിൻ്റെ പുറകിലെന്നാണ് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ UDFനുണ്ടായ വിജയം, പെരിന്തൽമണ്ണ നഗരസഭയും ഏലംകുളവും ഒക്കെ കോൺഗ്രസും UDFും തിരിച്ചു പിടിച്ച് അത് നന്നായി ഭരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പ്രയാസമാണ് ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് കോൺഗ്രസും UDFും വിശ്വസിക്കുന്നത്. ലീഗിൽ തന്നെ ഈ ഒരു ഫ്ലെക്സ് വന്നതിന് ശേഷം ഇതിനകത്ത് ഭിന്നതകൾ, അതുപോലെ ചേരിതിരിവുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഈ ഒരു ഫ്ലെക്സ്. അല്ല, അത് വെറുതെ തോന്നുന്ന ഒരു കാര്യമാണ്. UDF ഒറ്റക്കെട്ടാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ചു തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം UDFിലുണ്ടായ ആത്മവിശ്വാസം, മുസ്ലിം ലീഗിലുണ്ടായ ആത്മവിശ്വാസം, അതുതന്നെയാണ് ഈ ഇത്തരം പോസ്റ്റുകൾ ഇറങ്ങാൻ അല്ലെങ്കിൽ അത് ഇറക്കാൻ CPMനെയും LDFനെയും പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകം. അത് നജീബ് കാന്തപുരത്തിന് ജനങ്ങളിലുണ്ടായ വിശ്വാസം, പെരിന്തൽമണ്ണ സാധാരണക്കാരായ ആളുകൾ, അത് UDFോ മുസ്ലിം ലീഗോ കോൺഗ്രസോ എന്നല്ല, സാധാരണക്കാരായ ആളുകൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ അതിൻ്റെ ഒരു സന്തോഷവും ആ ഒരു ആത്മവിശ്വാസവും ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഒരു സംശയവുമില്ല, 20,000-ലധികം വോട്ടുകൾക്ക് പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം വീണ്ടും വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ്. അതുപോലെ നജീബ് കാന്തപുരം തന്നെ ആയിരിക്കും പെരിന്തൽമണ്ണ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. ഇനി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം പ്രഖ്യാപിക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലൊക്കെ നജീബ് കാന്തപുരം തന്നെ പെരിന്തൽമണ്ണയിൽ വേണം എന്ന ആവശ്യം കൂടി കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഞങ്ങളൊക്കെ ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, ഇത്തരം കേരളത്തിലെ ഏറ്റവും നല്ലൊരു ജനകീയ MLA ആയി നമുക്കറിയാം, കോൺഗ്രസിനെയും UDFനെയും ഏറ്റവും ഇകഴ്ത്തി കാണിക്കുന്ന നമ്മുടെ അരുണിൻ്റെ ചാനൽ, മരമുറി ചാനൽ പോലും നജീബ് കാന്തപുരത്തിന് മാർക്കിട്ട ആ 10ാമത്തെ റാങ്കിലേക്ക് അദ്ദേഹം എത്തി എന്ന് പറയുമ്പോൾ ആ ഒരു ജനകീയത നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. വിവാദങ്ങൾ പുകയുമ്പോഴും UDF നേതൃത്വം ഒറ്റക്കെട്ടാണെന്നും വിജയം അത് വലിയതാകുമെന്നുമുള്ള പ്രതീക്ഷയാണ് UDF നേതൃത്വത്തിനുള്ളത്. ട്രെൻഡി കളക്ഷനുകളുമായി ഇത്തവണ ഈദ് ഇരട്ടി മധുരമാക്കാം. മെൻസ്, ലേഡീസ്, കിഡ്സ് വെയർ മുതൽ ഹോം ഫർണിഷിംഗ് വരെ ഏറ്റവും കുറഞ്ഞ വിലയിൽ 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ഏറ്റവും പുതിയ ഈദ് കളക്ഷനുകൾ അറ്റ്ലസിൽ നിന്നും സ്വന്തമാക്കാം. ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കാം അറ്റ്ലസ് ഫാഷനൊപ്പം. അറ്റ്ലസ് ഫാഷൻ, കൊടുവള്ളി, കടയ്ക്കൽ, നിലമ്പൂർ, പെരിന്തൽമണ്ണ. നന്ദിയുണ്ട്, ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.